الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് പലരെയും പലതിനെയും സ്നേഹിക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. നമ്മുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, അതേപോലെ നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, താമസിക്കുന്ന വീട്, ഇങ്ങനെ തുടങ്ങി പലതിനോടും പലരോടും നമുക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ഇഷ്ടവും ആരോടായിരിക്കണം എന്നൊരു സത്യവിശ്വാസിയോട് ചോദിച്ചാൽ, ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവന്റെ റസൂലുമായിരിക്കണം മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രിയങ്കരമാകേണ്ടത്. സ്നേഹിക്കണമെന്നല്ല, മറ്റാരേക്കാളും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിലും മുസ്ലിം ഉമ്മത്തിൽ തർക്കമുണ്ടാകുവാനിടയില്ല. പ്രസ്തുത സ്നേഹം സത്യസന്ധമാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മളെല്ലാവരും അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, അവകാശവാദം ഉന്നയിക്കുന്നു.
അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ട് എന്നുള്ള പ്രഖ്യാപനവും അവകാശവാദവും ഒക്കെ സത്യസന്ധമാണെങ്കിൽ അതിന്റെ ചില അടയാളങ്ങൾ പ്രകടമാകും. കപടതയില്ലാത്ത സ്നേഹമാണെങ്കിൽ, അതാരോടാണെങ്കിലും മാതാപിതാക്കളോട് വലിയ സ്നേഹം നടിച്ച് വലിയ വർത്തമാനങ്ങൾ പറയുന്ന മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അവർ രോഗാവസ്ഥയിൽ ബുദ്ധിമുട്ടുമ്പോൾ മരുന്ന് വാങ്ങുവാൻ പോലും നയാ പൈസ കൊടുക്കാത്തവരാണ് എങ്കിൽ, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അവർക്ക് സൗകര്യമൊരുക്കാത്തവരാണെങ്കിൽ, നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവരാണ് ഈ പറയുന്ന മാതാപിതാക്കളോട് വലിയ സ്നേഹമുണ്ട് എന്ന് പറയുകയും അവരെ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെങ്കിൽ, ഇല്ലാഞ്ഞിട്ടല്ല, സ്വന്തമായി ഇഷ്ടമുള്ളതൊക്കെ അവർ വാങ്ങാറുണ്ട്, അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ അവർ വാങ്ങി തിന്നാറുണ്ട്, ഉടുക്കാറുണ്ട്. പക്ഷേ മാതാപിതാക്കളെ ആ വിഷയത്തിൽ പരിഗണിക്കാതെ ആളുകൾക്കിടയിൽ ഞാൻ വാപ്പയുടെ ഉമ്മയുടെ ഒക്കെ വലിയ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ് എന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലുമൊക്കെ പരിശ്രമിച്ചാൽ നമ്മൾ എന്താണ് അവരെ വിളിക്കുക? കപടതയാണ്, കാപട്യമാണ് എന്ന് പറയില്ലേ? ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും നമുക്ക് സ്നേഹമാണ്, അള്ളാഹുവിനോടും റസൂലിനോടും ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹം കപടമാണോ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാൻ ചില അടയാളങ്ങളുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി, അതേപോലെ തന്നെ അബുൽ അത്താഹിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതും മുഹമ്മദ് ഇബ്നുൽ ഹസൻ ഇബ്നുൽ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതും മുഹമ്മദുൽ വറാഖിന്റെയും ഒക്കെ ഇങ്ങനെ പ്രഗത്ഭരായ മുൻഗാമികളായ പല ഇമാമിയങ്ങളുടെയും പണ്ഡിതന്മാരുടെയും വരികളായി ഇസ്ലാമിക ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ്, ഒരു ഏതാനും വരികളാണ് ഈ പറഞ്ഞ ആശയത്തെ നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സംഗതി. തഅസിൽ ഇലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു, നീ പടച്ച റബ്ബിനോട് സ്നേഹമുണ്ട് എന്ന സ്നേഹം പ്രകടിപ്പിക്കുകയും ആ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെ, വാക്കുകളെ ധിക്കരിക്കുകയും ചെയ്യുന്നു. ഹാദാ മുഹാലും ഫിൽ ഖിയാസി ബദീഉ, ഇത് മനുഷ്യന്മാർക്ക് പരിചയമില്ലാത്തൊരു സംഗതിയാണ്, ബുദ്ധിയുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നീ റബ്ബിനോട് വലിയ സ്നേഹമുള്ളവനാണ് എന്ന് വാദിക്കുകയും ആ പടച്ച റബ്ബിന്റെ നിയമങ്ങളെയും ശാസനകളെയും നിഷ്കരുണം ലംഘിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് നീ മുന്നേറുകയും ചെയ്യുന്നുവെങ്കിൽ അത് രണ്ടും തമ്മിൽ യോജിക്കുന്ന സംഗതിയല്ല. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ ആ സ്നേഹപ്രഖ്യാപനം സത്യസന്ധമാണെങ്കിൽ, അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് നീ പറയുന്ന ആ വാക്ക് സിദഖാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, ലഅതഅതഹു, തീർച്ചയായും ആ റബ്ബിന്റെ നിയമങ്ങളെയും ശാസനകളെയും നീ അനുസരിക്കുമായിരുന്നു. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, കാരണം ആർക്കൊക്കെ ആരോടൊക്കെ സ്നേഹമുണ്ടോ നാം സ്നേഹിക്കുന്നവരെ അനുസരിക്കുക എന്നത് ആ സ്നേഹം സത്യസന്ധമാണ് എന്നതിന്റെ താല്പര്യമാണ് എന്ന് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, പറയൂ പ്രവാചകരെ, സത്യവിശ്വാസികളോട് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ഞങ്ങൾക്ക് മഹബ്ബത്തുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ പ്രവാചകനാകുന്ന എന്നെ അനുധാവനം ചെയ്യണം, പിൻപറ്റണം, എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട സംഗതി നമ്മെ ഉണർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഹാദിഹിൽ ആയത്തുൽ കരീമത്തു ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലൈസ ഹുവ അലാ ത്വരീഖത്തിൽ മുഹമ്മദിയ്യ. ഈ ആയത്ത്, ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്ന എല്ലാവരുടെയും വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന, വിധി കൽപ്പിക്കുന്ന ഒരു വചനമാണിത്. വലൈസ ഹുവ അലാ ത്വരീഖത്തിൽ മുഹമ്മദിയ്യ, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു, അവരൊക്കെ ആ പറയുന്ന വിഷയത്തിൽ വ്യാജന്മാരാണ്, നുണയന്മാരാണ്. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും അള്ളാഹ് അയച്ച റസൂലിനെ പരിഗണിക്കാതെ, ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അംഗീകരിക്കാതെ അനുസരിക്കാതെ ജീവിക്കുന്നുവെങ്കിൽ
ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു, അയാൾ ആ പറഞ്ഞ അവകാശവാദത്തിൽ കള്ളനാണ്, വ്യാജവാദിയാണ്. ഫീ നഫ്സിൽ അംർ ഹത്താ യത്തബിഅ അശ്ശറഹ് അൽ മുഹമ്മദി വദ്ദീൻ അൻ-നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതപരമായ ശാസനകളും നിയമങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്ന മതപരമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പിൻപറ്റുന്നത് വരേക്കും ഫീ ജമീഇ അഖ്വാലിഹി വ അഹ്വാലിഹി, ആ മനുഷ്യൻ പറയുന്ന വാക്കുകളിലും അയാളുടെ നിലപാടുകളിലും അയാളുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിൻപറ്റുന്നത് വരേക്കും അയാൾ ആ പറഞ്ഞ വാദഗതിയുമായി യോജിക്കുക സാധ്യമല്ല. കമാ സബത ഫി സ്വഹീഹി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈ ദീനിൽ നമ്മുടെ നിർദ്ദേശമില്ലാത്ത, നമ്മുടെ മാതൃകയില്ലാത്ത ഒരു കാര്യം പ്രവർത്തിച്ചാൽ അത് തള്ളിക്കളയേണ്ടതാണ്, അത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന ഹദീസിനെ കൂടി കോട്ട് ചെയ്തുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഉണർത്തുകയാണ് ആ സുപ്രധാനമായ കാര്യം. അഥവാ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാ രംഗത്തും ആ പ്രവാചക സ്നേഹം, ആ റബ്ബിനോടുള്ള മഹബത്ത് തുളുമ്പി നിൽക്കേണ്ടതാണ്. നമ്മുടെ കുടുംബരംഗത്ത്, സാമ്പത്തിക മേഖലയിൽ, നാം ഇടപെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പറഞ്ഞു തന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ വാക്കുകളിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, സംസാരങ്ങളിൽ എല്ലാറ്റിലും അത് കാണുമ്പോൾ മാത്രമാണ് ആ പറഞ്ഞ വാദഗതിയോട് സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. റബ്ബ് നൽകിയ ആരോഗ്യം സഹോദരങ്ങളെ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നറിയണമെങ്കിൽ ആ ആരോഗ്യത്തിന് എന്തെങ്കിലും തളർച്ചയോ ക്ഷീണമോ രോഗമോ സംഭവിക്കണം. അപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കാണുവാൻ പടച്ച റബ്ബ് നൽകിയ കണ്ണ്, കേൾക്കുവാൻ നൽകിയ കാത്, നമുക്ക് ഉപയോഗിക്കുവാൻ നൽകിയ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളാണ് എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കും. പക്ഷേ പടച്ച റബ്ബ് വിലക്കിയ ഹറാമുകളിലാണോ അവ നമ്മൾ വിനിയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അള്ള കൽപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കണ്ണും കാതും സമ്പത്തും ആരോഗ്യവും ഒക്കെ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം നമുക്ക് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം ഉണർത്തിയ ഒരു ഹദീസ് കാണാം. അതിൽ സമ്പത്തിനെ സംബന്ധിച്ച് പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് 2 കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെയും കാല് വെച്ചിടത്ത് നിന്ന് മാറ്റിച്ചവിട്ടാൻ, കാലൊന്ന് നീക്കി വെക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, അള്ളാഹു അവന് നൽകിയ ആയുസ്, അവൾക്ക് നൽകിയ ആയുസ് അത് ഏത് മാർഗത്തിൽ അവർ നശിപ്പിച്ചു കളഞ്ഞു, തുലച്ചു കളഞ്ഞു എന്നതിനെ സംബന്ധിച്ച് എല്ലാവരോടും ചോദ്യമുണ്ടാകും. വഅൻ ഇൽമിഹി ഫീമാ അമിൽ, ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ അറിവ്, കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശേഷി, അങ്ങനെ അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് എന്ത് ആണ് അവർ പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ചും അള്ളാഹു ചോദിക്കും പരലോകത്ത്. വഅൻ മാലിഹി, മൂന്നാമതായി പറഞ്ഞത് അവരുടെ കൈകളിലുള്ള സമ്പത്തിനെ സംബന്ധിച്ചാൽ ആ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമുണ്ടാകും. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അത് ഏത് മാർഗേണയാണ് അയാൾ സമ്പാദിച്ചുണ്ടാക്കിയത്, ഏത് മാർഗത്തിലാണ് അയാൾ വിനിയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ചും ചോദ്യമുണ്ടാകും. 4-മതായി പറഞ്ഞത് വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ, അള്ളാഹു അയാൾക്ക് നൽകിയ ആരോഗ്യമുള്ള കയ്യും കാലും കണ്ണും കാതുമാകുന്ന ഈ ശരീരം അത് അയാൾ എന്തിൽ നശിപ്പിച്ചു കളഞ്ഞു, ഹറാമുകളിലാണോ അയാൾ അത് വിനിയോഗിച്ചത്? അള്ളാഹു നൽകിയ കണ്ണുപയോഗിച്ച് വിശുദ്ധ ഖുർആൻ തുറന്ന് പാരായണം ചെയ്യാൻ മടിയുള്ള ആളുകൾ ആ കണ്ണുകൊണ്ട് എത്രയോ റീൽസുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയകളിലൂടെ, ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നെടുത്ത് പാരായണം ചെയ്യാൻ, ദീനിയായ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ അതൊക്കെ എത്ര കണ്ട് ഉപയോഗിച്ചു എന്നത് ഇതിന്റെ വിശാലമായ അർത്ഥത്തിൽ വരുന്ന സംഗതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ച റബ്ബിനോട് സ്നേഹമുണ്ട് എന്നുള്ള വാദഗതി നമുക്കുണ്ടായിരിക്കെ തന്നെ അത് സത്യസന്ധമാണോ
എന്നുള്ള കാര്യം നമ്മളോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കേണ്ടതുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്വാബർ റിബ 72 ഹൗബ. 70-ലധികം വകഭേദങ്ങളുണ്ട് പലിശയുടെ ഇനങ്ങൾക്ക്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അർ-റിബ 73 ബാബ. 73 തരമുണ്ട്, ഇനങ്ങളുണ്ട് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വഅയ്സറുഹ, അതിലേറ്റവും ചെറുത്, പടച്ചറബിന്റെ അടുക്കൽ ഏറ്റവും നിസാരമായി ചെറുതായി ഗണിക്കുന്ന ആ പലിശയുടെ കാര്യം, മിസ്ലു അൻ യൻകിഹ അർ-റജുലു ഉമ്മഹു, ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. 10 മാസം ഗർഭം ചുവന്ന് പാലൂട്ടി വളർത്തി വേദനയോടെ പ്രസവിച്ച് പരിചരിച്ച ആ ഉമ്മയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന ഒരു തെമ്മാടിയെ സംബന്ധിച്ച് ഏത് ക്രൂരമായ, ഏത് മോശമായ വാക്കും മനസ്സുമായിരിക്കും നമുക്കുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പലിശയുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും ചെറിയ ഇനം അത് ഇത്രമാത്രം കടുത്തതാണ് എങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും എന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാൻ സാധിക്കേണ്ടതല്ലേ? പക്ഷെ സാധിക്കുന്നുണ്ടോ എന്നിടത്താണ് നേരത്തെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത്. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ, ഇസ്ലാമിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട സംഗതികളാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന അർബർ റിബാ ഇർദുർ റജുലിൽ മുസ്ലിം. പലിശയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അള്ളാഹു ഏറ്റവും പവിത്രത നൽകിയ ഒന്നാണ് ഒരു വിശ്വാസിയായ സഹോദരന്റെ ആത്മാഭിമാനം എന്നുള്ളത്. അയാളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന യാതൊരു വാക്കും പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകാതെ സൂക്ഷിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഈ നിയമങ്ങളുടെ, ശാസനകളുടെ ഭാഗമാണ്. ഇതേപോലെ ആദർശ രംഗം പരിശോധിച്ചാൽ ഈ സ്നേഹം സത്യസന്ധമായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അള്ളാഹുവിനോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ആളുകൾ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് കരുതി, കുടുംബക്കാർ എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതി, സുഹൃത്തുക്കൾ ഞാനുമായി അകന്നു പോകും എന്ന് കരുതി, ഭാര്യ വീട്ടുകാർക്ക് അതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ് എന്ന് പറയുന്ന ആളുകൾ ദീനില്ലാത്തത് ചെയ്യാതിരിക്കാൻ, മതപരമായി നാം പഠിച്ച ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഭാര്യയുടെ വീട്ടുകാരെല്ലാവരും ചെയ്താലും ആ ഒരു സംഗതിയിൽ എന്നെ കിട്ടുകയില്ല എന്ന് ആത്മാർത്ഥമായി തന്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി പറയാൻ അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമുള്ളതിന്റെ പേരിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് സ്നേഹമുള്ളതിന്റെ പേരിൽ എന്റെ ഭാര്യ വീട്ടുകാർ വെറുത്താലും, എന്റെ കൂട്ടുകാർ എന്നെ കൈയൊഴിച്ചാലും, എന്റെ നാട്ടുകാർ എന്നെ എന്ത് വിളിച്ചാലും അത്തരം സദസ്സുകളിൽ ഞാൻ ഉണ്ടാവുകയില്ല. കാരണം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ നിർദ്ദേശമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം, അത് മരിച്ച വീട്ടിൽ നടക്കുന്ന ആചാരങ്ങളാകട്ടെ, ജനനവുമായി ബന്ധപ്പെട്ട് മക്കളുടെ വിഷയത്തിൽ നടക്കുന്ന കാര്യങ്ങളാകട്ടെ, വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗതികളാകട്ടെ, അള്ളാഹ് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു തന്നത് അതേ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ, അതല്ലാത്ത ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, മഹ്ശറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പേ അവിടെ എത്തും. ഇന്നി ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിങ്ങൾക്ക് മുന്നേ ചെല്ലുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മളെല്ലാവരും ഹൗദുൽ കൗസറിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് മഹ്ശറയിലെ ആ വിശാലമായ മൈതാനിയിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ ആദ്യമേ എത്തും. മൻ മർറ അലയ്യ ശരിബ്, എന്റെ അടുക്കലൂടെ ആരെല്ലാം കടന്നു പോകുന്നുവോ അവർക്കൊക്കെയും ആ ഹൗദുൽ കൗസറിന്റെ പരിശുദ്ധമായ സുന്ദരമായ പാനീയം ഞാൻ പകർന്നു കൊടുക്കും, അവർ കുടിക്കും. വമൻ ശരിബ ലം യദ്മ അബദ, ആർക്കെങ്കിലും ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കുവാൻ സാധിച്ചാൽ അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹത്തിന്റെ അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടാവുകയില്ല. എന്നിട്ട് പറയുന്നു, ലയരിദന്ന അലയ്യ അഖ്വാമുൻ, എന്റെ അടുക്കൽ കുറെ ആളുകൾ കടന്നു വരും. അഅരിഫുഹും വയഅരിഫൂനി, അവരെ എനിക്കറിയാം,
അവർക്ക് എന്നെയും അറിയാം. അഥവാ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പ്രവാചകനും തിരിച്ചറിയുന്ന ഈ സമുദായത്തിലെ ചില ആളുകളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ അവർക്ക് ആ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കുവാൻ ഞാൻ തയ്യാറെടുക്കുമ്പോൾ ഫയുഖാൽ വിളിച്ചു പറയപ്പെടും, അഥവാ മലക്കുകൾ പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. പ്രവാചകരെ, താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം ഇവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എന്തെല്ലാം പുതിയതായി കടത്തിക്കൂട്ടി എന്നുള്ള കാര്യം താങ്കൾക്കറിയില്ല. താങ്കൾ ധരിച്ചതുപോലെ അവർ താങ്കളുടെ യഥാർത്ഥ അഹ്ലുകാരല്ല, ഉമ്മത്തിൽപ്പെട്ട ആളുകളല്ല. ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി. ഞാൻ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ എന്റെ കാലശേഷം വിരൂപമാക്കിയ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയ ആളുകൾക്ക് നാശം, അവർ അകന്നുപോ, ദൂരെ പോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയകറ്റും. ആർക്കാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അറിഞ്ഞിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായി നാടോടുമ്പോൾ നടുകയോടുന്ന, അല്ലെങ്കിൽ കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുമിത്രാദികളും ഒക്കെ വെറുത്തുപോകും എന്നതിന്റെ പേരിൽ അവരോട് രാജിയായി അവരോട് സഹകരിച്ച് അള്ളാഹുവിന്റെ വെറുപ്പുണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയൊഴിച്ചാലും അവരെയെല്ലാം സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ചു പോകുന്ന ആളുകൾക്കുള്ള ശക്തമായ താക്കീതാണ്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുള്ള മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ് നമ്മൾ കേട്ടത്. ഈ ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കാഫിരീങ്ങളെ കുറിച്ചല്ല ഈ ഹദീസിൽ പറഞ്ഞ കാര്യം. ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഖദ് ബദ്ദലു ബഅദക്, അവർ താങ്കളുടെ ശേഷം ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങളെ കോട്ടിമാറ്റി എന്നാണ് അവിടെ പറഞ്ഞത്. വലൗ കാനൽ കുഫർ, അവർ അവിശ്വസിച്ചു എന്നാണ് എങ്കിൽ താങ്കൾ പഠിപ്പിച്ച, താങ്കൾ കൊണ്ടുവന്ന ഇസ്ലാമിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്നായിരുന്നുവെങ്കിൽ ലഖാല, എങ്ങനെയായിരുന്നു പറയേണ്ടത്? ഖദ് കഫറു ബഅദക്, പ്രവാചകരെ താങ്കൾക്ക് ശേഷം അവർ ആ ഇസ്ലാമിൽ വിശ്വാസമില്ലാതെ അവിശ്വാസികളായി കുഫറിന്റെ ആളുകളായി പോയവരായിരുന്നു എന്നാണ് പറയേണ്ടത്. മറിച്ച് താങ്കൾ പഠിപ്പിച്ച ഇസ്ലാമിനെ ബദ്ദലു, അവർ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി പലതും ബദലാക്കി കൊണ്ടുവന്നു. വഅഖറബു മാ യുഹ്മലു അലൈഹി തബ്ദീല സുന്ന. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളെ, അധ്യാപനങ്ങളെ ചെയ്യേണ്ടിടത്ത് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്നിടത്ത് പ്രവാചകൻ എന്തെല്ലാം ചെയ്യാതിരുന്നോ അതേപോലെ ചെയ്യാതിരിക്കലും സുന്നത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുക എന്നതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ നയം. വഹുവ വാഖിഉൻ അലാ അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ എല്ലാവരെ സംബന്ധിച്ചും ഒരുപോലെ ഫിറ്റാകുന്ന ഒരു പ്രയോഗമാണ്, ഗൗരവപ്പെട്ട ഒരു താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. അതേപോലെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ, അന്ത്യോപദേശങ്ങളിൽ വന്ന കാര്യം പോലും മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറളിഹി അല്ലദീ ലം യഖും മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ രോഗശയ്യയിൽ, പിന്നീട് പ്രവാചകൻ രോഗം മാറി ആരോഗ്യത്തോടുകൂടി തിരിച്ചു വന്നിട്ടില്ല. അഥവാ ആ അവസാനത്തെ രോഗവും ആ മരണവും ഒക്കെ സംഭവിച്ച ആ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. എന്താണ് അവർക്ക് പറ്റിയ തെറ്റ്? അവർ അവരിലെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റി. ലൗലാ ദാലിക ഉബ്രിസ ഖബ്റുഹു ഗൈറ അന്നഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്യുകയും പ്രവാചകന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാലയമായി മാറ്റിക്കളയുമോ എന്ന ഭയപ്പാടുമില്ലായിരുന്നുവെങ്കിൽ സ്വഹാബത്ത് ആ ഖബറുകൾ എല്ലാവർക്കും കാണുകയെ അത് വെളിവാക്കി ഖബറടക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അകത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കിടന്ന, ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് അന്ത്യശ്വാസം വലിച്ച ആ സ്ഥലത്ത് തന്നെ പ്രവാചക തിരുമേനിയെ ഖബറടക്കുവാനുള്ള ഒരു കാരണം
ഈ ഖബർ പിന്നീട് മുൻ സമുദായങ്ങളിലെ അമ്പിയാക്കന്മാർക്കും മഹാന്മാർക്കും സംഭവിച്ചതുപോലെ അവരുടെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയതുപോലെ എന്റെ ഖബറും അങ്ങനെ ആക്കപ്പെടുമോ എന്ന ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൊട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു എന്ന് ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു. സമിഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യമൂത ബിഖംസിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ 5 ദിവസം മുമ്പ് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. വഹുവ യഖൂൽ, ആ പ്രവാചകൻ പറയുന്നത്, അലാ വഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ. ഉമ്മത്തെ നിങ്ങൾ അറിയണം, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ, ആ സമുദായങ്ങളിലുള്ള ആളുകൾ കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ, അവരിലെ മഹാന്മാരായ പ്രവാചകന്മാരെയും അതേപോലെ തന്നെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരായ നല്ല മനുഷ്യന്മാരെയും അവർ മരണപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരുടെ കബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഒരിക്കലും നിങ്ങൾ ആരാധനാലയങ്ങളായി കബറിടങ്ങളെ സ്വീകരിക്കരുത്. എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാന്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമായി അവർക്ക് തന്നെ ആരാധനകൾ അർപ്പിക്കുന്ന ഇടങ്ങളാക്കി മാറ്റരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, തീർച്ചയായും ഞാൻ നിങ്ങളോട് അതിനെ തൊട്ട് വിലക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. എത്ര ക്ലിയർ ആണ് സഹോദരങ്ങളെ, എത്ര സ്പഷ്ടമാണ്. ഇതിനേക്കാൾ വലിയ ക്ലാരിറ്റിയിൽ ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? ഇത്ര വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, വിലക്കിയ ഒരു സംഗതി, ഇന്ന് മുസ്ലിം സമുദായം മത്സരിക്കുകയല്ലേ. അവരിലെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു ഉസ്താദ് ഒന്നും മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഖബറ് കെട്ടിപ്പൊന്തിക്കുവാനും പച്ചപ്പെട്ട് വിരിക്കുവാനും അതേപോലെ തന്നെ നിലവിളക്കുകൾ കത്തിക്കുവാനും ചന്ദനത്തിരിയുമായി അതേപോലെ തന്നെയുള്ള എല്ലാ വക സംഗതികളുമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാൻ മുസ്ലിം ഉമ്മത്ത് മത്സരിക്കുകയല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഈ പ്രവാചക സ്നേഹമുള്ളത്? എവിടെയാണ് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത്? ഇനി വിവാഹ രംഗം നമ്മൾ പരിശോധിച്ചാൽ, ആഘോഷവേളകൾ നമ്മൾ പരിശോധിച്ചാൽ, എല്ലാം ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അത് ഏടുകളിൽ, കിതാബുകളിൽ അങ്ങനെ ഉണ്ടാകും. നമ്മുടെ ജീവിതം പരിശോധിച്ചാലോ അവിടെയൊന്നും അള്ളാഹുവിനും റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങൾക്ക് യാതൊരു വിലയും നിലയും ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രവാചക സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം ഒക്കെ ഉണ്ട് എന്ന് നടിക്കുന്നത്? ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതേപോലെ തന്നെ വഗൈറുഹു മിനസ് സലഫ്, സച്ചരിതരായ മുൻഗാമികളിൽപ്പെട്ട പല ഇമാമിയങ്ങളും പറഞ്ഞൊരു കാര്യം, സഅമ ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ അവകാശവാദമായി പറഞ്ഞിരുന്നു, അന്നഹും യുഹിബ്ബൂനല്ലാഹ, ഞങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് സ്നേഹമാണ്, ഇഷ്ടമാണ് എന്ന്. ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ, ആ ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ആയത്താണ് ഇത് എന്ന്. എങ്ങനെ? അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് അവകാശവാദം പറഞ്ഞൊരു ജനതയെ അള്ളാഹ് പരീക്ഷിക്കുകയായിരുന്നു ഈ ആയത്തിലൂടെ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ പ്രവാചകനാകുന്ന എന്റെ അധ്യാപനങ്ങളെ നിങ്ങൾ അനുധാവനം ചെയ്യണം, പിൻപറ്റണം എന്ന ഈ ആയത്തിലൂടെ അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ് ചെയ്തത്. ചില ആളുകൾ ആ പരീക്ഷയിൽ വിജയിച്ചു, വേറെ ചില ആളുകൾ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു. നമ്മൾ ആ പരീക്ഷയിൽ വിജയിക്കുന്നവരാണോ പരാജയപ്പെടുന്നവരാണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ നാട്ടിലെയും മഹല്ലിലെയും അല്ലെങ്കിൽ കുടുംബത്തിലെയും പരിചയത്തിലെയും ഒക്കെ ആളുകൾ എവിടെ നിൽക്കുന്നു എന്നത് നോക്കിയിട്ടല്ല. നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ എന്താണ് ആ വിഷയത്തിലുള്ള അധ്യാപനം എന്ന് അന്വേഷിച്ച് പഠിച്ചു മനസ്സിലാക്കി അവിടെ നമ്മൾ ഒറ്റക്കാണെങ്കിലും ആ ഹക്കിന്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്ന കാലമത്രയും നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടിയിലാണ്. ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്റെ കൂടെ ഒരുമിച്ചിരിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അതല്ലാതെ അവിടെ ചില ആളുകളെ കാണുമ്പോൾ, ചില കൂട്ടങ്ങൾ കാണുമ്പോൾ, ചില ഭക്ഷണങ്ങളും ചില സദസ്സുകളും കാണുമ്പോൾ ഈ ആദർശം നമ്മൾ മറന്നു പോവുകയാണ് എങ്കിൽ തീർച്ചയായും കപടതയുടെ സ്നേഹമെന്നല്ലാതെ
ആ അവകാശവാദങ്ങൾക്ക് ന്യായവുമായി സത്യസന്ധതയുമായി യാതൊരു ബന്ധവുമില്ല എന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഹക്കായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പിൻപറ്റുവാനും ഒക്കെയുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യസന്ധമായ സ്നേഹം വാക്കുകളിലൂടെ പ്രഖ്യാപനങ്ങൾക്കും അവകാശവാദങ്ങൾക്കും അപ്പുറം അനുസരണത്തിലൂടെയാണ് പ്രകടമാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആത്മാർത്ഥമായി സത്യസന്ധമായി സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് മഹത്തായ നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നുള്ള കാര്യവും സൂറത്ത് ആലിംറാനിലെ 31-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നേട്ടം യുഹ്ബിബുക്കുമുല്ലാ, നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ് എന്നുള്ളത് കൊണ്ട് അള്ള നിങ്ങളെയും സ്നേഹിക്കും. ഐ യഹ്സുലു ലക്കും ഫൗഖ മാ ത്വലബ്തും മിൻ മഹബ്ബതികും ഇയ്യാഹു, നിങ്ങൾ പടച്ചറബിനോട് എത്ര കണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നോ അതിനേക്കാൾ വലിയൊരു സംഗതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതെന്താണ്? വഹുവ മഹബ്ബതുഹു ഇയ്യാക്കും, ആ റബ്ബിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുക എന്നതാണ്. വഹുവ അഅ്ളമു മിനൽ അവ്വൽ, നിങ്ങൾ റബ്ബിനെ സ്നേഹിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് റബ്ബ് നിങ്ങളെ സ്നേഹിക്കുക എന്നത്. കമാ ഖാല ബഅ്ദുൽ ഹുകമാഇൽ ഉലമാ, മഹത്തുക്കളായ പല ഉലമാക്കളും പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിലെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ലൈസ ശഅ്നു അൻ തുഹിബ്, നീ റബ്ബിനെ സ്നേഹിക്കുക എന്നതല്ല വലിയ കാര്യം. ഇന്നമ ശഅ്നു അൻ തുഹബ്ബ്, ആ റബ്ബ് നിന്നെ തിരിച്ചു സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ ആത്മാർത്ഥമാണ് നമ്മുടെ സ്നേഹപ്രഖ്യാപനവും പ്രകടനവുമെങ്കിൽ ആ പ്രവാചകനെ നമ്മൾ പഠിച്ചറിഞ്ഞ് പിൻപറ്റും. അപ്പോൾ അള്ളാഹ് നമ്മളെയും സ്നേഹിക്കും. അതാണ് ഏറ്റവും വലിയ നേട്ടം. അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന നിർഭയത്വവും വിജയവും നേട്ടങ്ങളും പ്രത്യേകം പറയേണ്ടതില്ല. അത്തരം അഹ്ലുകാരിൽ സാധുക്കളായ നാം ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു പാപങ്ങൾ പൊറുത്തു തരും എന്നാണ് ഖുർആനിലൂടെ തന്നെ പറഞ്ഞത്. ഫമൻ ഇത്തബഅ റസൂല ദല്ല അലാ സിദ്ഖി ദഅവാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഓരോ രംഗത്തും എന്തെല്ലാമാണ് മാതൃക കാണിച്ചത് എന്ന് പഠിച്ചറിഞ്ഞ് പിൻപറ്റുന്ന ആളുകൾ റബീഉൽ അവ്വൽ മാസത്തിൽ, റബീഉൽ അവ്വൽ 12-നാകട്ടെ മറ്റേതെങ്കിലും ദിവസങ്ങളിലാകട്ടെ, പ്രത്യേകമായി എന്തെങ്കിലും ഒരാചാരം, ഏതെങ്കിലും ഒരു സ്വലാത്തെങ്കിലും അഡീഷണലായി പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുകയോ സ്വഹാബത്ത് അത് ഒരാചാരമായി കൊണ്ടു നടക്കുകയോ ചെയ്ത ഒരു അരവരിയെങ്കിലും ഏതെങ്കിലും കിതാബുകളിലുണ്ടോ? ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന സംഗതി. കിതാബുകളാകുന്ന കിതാബുകൾ എത്രയോ ഉണ്ട്. അത് കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞത് എന്താ? ഹിജറ 300-ന് ശേഷം വന്നതാ. പക്ഷെ ഇത് അറിഞ്ഞിട്ടും അംഗീകരിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും പിന്നെയും അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ തിരിച്ചറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനവും രീതിയും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ പിൻപറ്റുന്ന ആളുകൾ തീർച്ചയായും ദല്ല അലാ സിദ്ഖി ദഅവാഹു മഹബ്ബത്തല്ലാഹി തആല, അയാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, റസൂലിനോട് സ്നേഹമുണ്ട് എന്നത് സത്യസന്ധമാണ് എന്നതിന് തെളിവാണ് അയാളുടെ നിലപാട്. വ അഹബ്ബഹുല്ലാഹു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അള്ളാഹ് അയാളെ സ്നേഹിക്കും. വഗഫറ ലഹു ദംബഹു, അയാളുടെ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹ് പുറത്തു കൊടുക്കും. വറഹിമഹു, അള്ളാഹു അയാളോട് കരുണ കാണിക്കും. വസദ്ദദഹു, അയാളെ നേരായ വഴിയിലൂടെ പടച്ചിറപ്പ് കൊണ്ടുപോകും. ഫീ ജമീഇ ഹറകാതിഹി വസകനാതിഹി, അയാളുടെ എല്ലാ ഇടപാടുകളിലും
എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമെന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിശദീകരിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത്. അതിലൂടെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായി പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതം ധന്യമാക്കാൻ, വിജയത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, പടച്ചറബിനെ കണ്ടുമുട്ടാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഇന്നലെ കാസർഗോഡ് തലപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാഹനാപകടം ഇതേപോലെ ഒരു ഉച്ച സമയത്ത് കനത്ത മഴയുടെ ആ ഇടയിലാണ് ഒരു ബസ് ആക്സിഡന്റിൽപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഒരു കുടുംബത്തിലെ 5 സഹോദരികൾ അതിൽ മരണപ്പെട്ടു പോയി. നമ്മുടെ ആദർശ ബന്ധുക്കൾ കൂടിയാണത് എന്നുള്ള കാര്യം അറിയുമ്പോൾ ഇതിന് സമാനമായ ഒരു സംഭവം അവരുടെ കുടുംബത്തിൽ തന്നെ കുറച്ചു മുമ്പ് നടന്നു എന്നതും അറിയുവാൻ സാധിച്ചു. അള്ളാഹു ആ സഹോദരിമാരെ എല്ലാവരെയും പാപങ്ങൾ പുറത്ത് നല്ല രീതിയിൽ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ മക്കളുടെ പ്രായമുള്ള ഫൈസാൻ എന്നൊരു കുട്ടി ബ്രെയിൻ സംബന്ധമായ അസുഖത്തിൽ ICUവിലാണ് എന്ന് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ആ കുട്ടിയെയും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മോന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അള്ളാഹു ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.